എന്തുകൊണ്ടാണ് യമനിലെ ഹൂത്തികൾ ഒരുപാട് കപ്പലുകളെ ലക്ഷ്യം വെക്കുകയും തകർക്കുകയും ചെയ്തു? മാത്രമല്ല ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തുകൊണ്ടാണ് ഈ ഹൂത്തികളെ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കാത്തത്, തിരിച്ചടിക്കാത്തത് എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അതിലേറെ ഗുരുതരമായ മറ്റൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഹൂത്തികളുടെ ഭരണകേന്ദ്രവും അവരുടെ സൈനിക തലവന്മാരും ചേർന്നെടുത്ത ഇന്നലെയുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ പടക്കപ്പലുകളെ ലക്ഷ്യം വെക്കുക എന്നതാണ്. വളരെ അടുത്ത സമയം തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തകർക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു ഒത്തുചേരലിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ലോകത്തെ തന്നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഇത് യുദ്ധം വ്യാപിക്കാനുള്ള ഒരു വഴിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സൈനിക നേതൃത്വത്തിലുണ്ടായിരുന്ന റാസി അൽ മൗസാവിയെയാണ് 2 ദിവസം മുമ്പ് സിറിയയിൽ വെച്ച് ഇസ്രയേൽ കൊന്നുകളഞ്ഞത്. ഇതിനോട് ഇറാൻ ഏത് രൂപത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഹൂത്തികൾ എന്നറിയപ്പെടുന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയോ അല്ലെങ്കിൽ അവർ തന്നെ നിയന്ത്രിക്കുന്ന സംഘമോ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികൾ മുഖേന തിരിച്ചടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ റാസി അൽ മൗസാവിയെ വധിക്കുന്നതിലൂടെ ഇറാനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ അകലെ നിൽക്കുകയാണ്. ഇസ്രയേൽ ശക്തമായ നാശനഷ്ടങ്ങളിലേക്ക് പോകുന്നു. ഒരുപാട് സൈനികർ വധിക്കപ്പെടുന്നു, ഒരുപാട് യുദ്ധ ഉപകരണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഇറാൻ പ്ലാൻ ചെയ്യുകയും അതേ സമയത്ത് ഇറാൻ യുദ്ധത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരാനും ഇസ്രയേൽ തകരാനുമുള്ള കാരണമാണ്. എന്നാൽ ഇറാൻ അകലെ നിന്ന് നിയന്ത്രിക്കുന്നതിന് പകരം ഇറാനെ യുദ്ധത്തിൽ പങ്കാളിയാക്കുക എന്ന ഒരു ലക്ഷ്യം തീർച്ചയായും ഇസ്രയേലിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ റാസി അൽ മൗസാവിയെ വധിച്ചതിന്റെ പ്രതികാരം ഒരുപക്ഷെ ഹൂത്തികൾ വഴി നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നേരിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലിലേക്ക് ലൈവായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകും. എന്നാൽ ആ യുദ്ധത്തിലേക്ക് കടക്കാതെ വളരെ സമർത്ഥമായി തന്ത്രപരമായി തന്നെ ഏജൻസികളെ കൊണ്ട് അല്ലെങ്കിൽ ഹൂത്തികളെ കൊണ്ട് അതിന് പകരം തിരിച്ചടിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവും ഇറാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം ഗുരുതരമായൊരു സാഹചര്യം ഈ ഹൂത്തികളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അമേരിക്ക ഈ ഹൂത്തികളെ ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ യമനിലേക്ക് ഒരു സൈനിക നടപടി ഉണ്ടാകുന്നില്ല എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് അവരുടെ സൈനിക തലവന്മാർക്കും അതുപോലെ തന്നെ CIA-ക്കുമെല്ലാം കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു ആത്മഹത്യാപരമായ നിലപാടിലേക്ക് അവർ നീങ്ങാത്തത്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികൾ ഇതിന് സമാനമായ ഒരു ടീം തന്നെയാണ്. അതുകൊണ്ട് അവരെ ആക്രമിക്കുമ്പോൾ അവർ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഹമാസ് ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ പറയുന്ന ഹൂത്തികളും. അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികളുടെ ആയുധങ്ങൾ തകർത്ത് ഇല്ലാതാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പോസിബിളായ ഒരു കാര്യമല്ല. ഇസ്രായേൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഈ ഹമാസിന്റെ ആയുധം ഇതുവരെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹമാസ് പുതിയൊരു ആയുധമാണ് പുറത്തെടുത്തിരിക്കുന്നത്. ഏകദേശം 5 കിലോമീറ്റർ മുകളിലുള്ള പ്രതിരോധ സംവിധാനം, അതായത് എയർ ഡിഫൻസ് സംവിധാനം, വിമാനങ്ങളെയും അതുപോലെ ഡ്രോണുകളെയും തകർക്കാൻ പറ്റിയ ഒരു പുതിയ മിസൈലാണ് പുറത്തെടുത്തിരിക്കുന്നത്. സാം എന്നാണ് അതിന് പേര് പറയപ്പെടുന്നത്. ഇതൊരു ഗൈഡഡ് മിസൈൽ കൂടെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ 15 കിലോ മാത്രം ഭാരം വരുന്ന ഈ മിസൈൽ പോർട്ടബിൾ ആയി ഉപയോഗിക്കാൻ പറ്റിയ, അവർക്ക് സഞ്ചരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിലുള്ള സംവിധാനമാണ്. അതേ സമയത്ത് റഡാർ സംവിധാനങ്ങളുള്ള ഒരു പ്രതിരോധ സംവിധാനം എന്നത് ഗസയിൽ അത് പോസിബിൾ അല്ല. കാരണം അങ്ങനെ ഒരു റഡാർ സംവിധാനിക്കുമ്പോഴേക്ക് അത് ഇസ്രായേൽ ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഈ ഹമാസ് തയ്യാറാക്കിയില്ല, അതുകൊണ്ടല്ലേ ഇത്രയും വലിയ വ്യോമാക്രമണം നടക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഗസയിൽ അങ്ങനെ ഒരു സാധ്യതയില്ല, അതിനൊരു പോസിബിലിറ്റി ഇല്ല. എന്തുകൊണ്ട്? ഇസ്രയേലിലോ അല്ലെങ്കിൽ ഇറാനിലോ അല്ലെങ്കിൽ റഷ്യയിലോ ഒക്കെ സംവിധാനിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ താട് പോലുള്ള ഈ സംവിധാനങ്ങളൊന്നും ഈ ഗസക്കുള്ളിൽ പോസിബിൾ അല്ല. എന്തുകൊണ്ട്? കാരണം അതിന് വലിയ റഡാർ സംവിധാനങ്ങൾ വേണം, കൺട്രോൾ യൂണിറ്റ് വേണം, മിസൈൽ ലോഞ്ചറുകൾ വേണം. ഇതെല്ലാം
പുറത്ത് സംവിധാനിക്കേണ്ടതാണ്. തുരങ്കങ്ങൾക്കുള്ളിൽ റഡാറുകൾ പ്രവർത്തന യോഗ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ റഡാർ പുറത്തു കൊണ്ടുവരണം. പക്ഷെ ആ റഡാർ തീർച്ചയായും ഇസ്രായേൽ നിമിഷങ്ങൾക്കകം ആക്രമിച്ച് തകർത്ത് കളയും. അതുകൊണ്ട് അത് സാധ്യമല്ല. അതേ സമയത്ത് റഡാർ സംവിധാനമില്ലാത്ത ഗൈഡഡ് മിസൈലുകൾ, അതായത് പോർട്ടബിൾ ആയി ഉപയോഗിക്കാൻ പറ്റിയ അമേരിക്കയുടെ സ്റ്റിംഗർ പോലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ സാം എന്ന് പറയുന്ന ഈ ഗസയിലുള്ള ഫലസ്തീനികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ തകർത്ത വാർത്തയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ഗസയിലുള്ള ഫലസ്തീനികളെ പോലും കൈകാര്യം ചെയ്യാൻ ഇസ്രയേലിന് കഴിയുന്നില്ല. ഈ ടണലുകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന് സമാനമാണ് ഹൂത്തികൾ യമനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മലകൾക്കുള്ളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെയാണ് അവരുടെ മിസൈലുകളും ആയുധങ്ങളും ഒക്കെ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ ശക്തി ഇല്ലാതാക്കുക എന്നത് സാധ്യമല്ല. അതേ സമയത്ത് ഈ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നതോടുകൂടെ അമേരിക്കയുടെ പടക്കപ്പലുകൾ ഓരോന്നോരോന്നായി തീർന്നു പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതൊരു ദിവസം കൊണ്ടുണ്ടായ ഒരു നീക്കമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തു വരുന്ന, ഇറാന്റെ നേതൃത്വത്തിൽ സംവിധാനിച്ചു വരുന്ന വലിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ ഗസയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നു. ആ ആക്രമണം നടക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടമായി റെഡ് സീയിൽ ഈ രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ഇസ്രയേലിനെതിരെ തീർക്കണം. അപ്പോൾ അമേരിക്ക വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങുകളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംവിധാനിച്ചതാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ഏത് പടക്കപ്പലുകളെയും തകർക്കാൻ പറ്റിയ സംവിധാനങ്ങൾ, ക്രൂസ് മിസൈലുകൾ ഈ പറയപ്പെടുന്ന ഹൂത്തികളുടെ കയ്യിലുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂത്തികളുടെ കയ്യിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യം, അതായത് കപ്പലിനെ വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ അതിനെ തകർക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ബാലിസ്റ്റിക് മിസൈൽ അനക്കമില്ലാത്ത, നീങ്ങാത്ത ഒരു പൊസിഷനെയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെയാണ് ആക്രമിക്കാറുള്ളത്. കാരണം അത് മിസൈൽ ലോഞ്ചറിൽ നിന്നും തൊടുത്തുവിട്ടതിന് ശേഷം അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നേരെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. അതേ സമയത്ത് ക്രൂസ് മിസൈലുകൾ അങ്ങനെയല്ല, അതിനെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തെ, കപ്പലിനെ ഹൂത്തികൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു നീക്കം ഹൂത്തികളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അമേരിക്കക്ക് അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക വലിയ സഖ്യകക്ഷികളെ രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. കാരണം അമേരിക്ക സ്വന്തമായിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയാൽ അപകടമുണ്ടാകുമെന്ന് അവർക്കറിയാം. എന്നാൽ അമേരിക്ക ഉണ്ടാക്കാൻ ശ്രമിച്ച സഖ്യം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത്തരം ഒരു ആത്മഹത്യാപരമായ നീക്കങ്ങളിലേക്ക് ഈ പറയപ്പെടുന്ന സഖ്യകക്ഷികളായി അമേരിക്ക അവതരിപ്പിക്കാനിരുന്ന പല രാഷ്ട്രങ്ങൾക്കും ആ വിഷയത്തിൽ വലിയ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊന്നും അത്തരം ഒരു നീക്കത്തോട് സഹകരിക്കാൻ തയ്യാറല്ല. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം സുയസ് കനാൽ വഴി വളരെ എളുപ്പത്തിൽ, അതായത് ഏകദേശം 8000 ചില നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമാണ് ഈ സുയസ് കനാൽ വഴി ഇസ്രായേലിലേക്ക് ചരക്ക് കപ്പലുകൾ നീങ്ങാനുള്ളത്. അതേ സമയത്ത് ഇപ്പോൾ അത് നീങ്ങേണ്ടി വരുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്, അതായത് ആഫ്രിക്കയുടെ ഭാഗത്തിലൂടെ. ഇങ്ങനെ വരുമ്പോൾ ഏകദേശം 12,000-ഓളം നോട്ടിക്കൽ മൈൽ ഈ ഒരു വഴിയിലൂടെ കപ്പലുകൾക്ക്, കാർഗോ ഷിപ്പുകൾക്ക് സഞ്ചരിക്കേണ്ടി വരും. ഇത് വലിയ പ്രശ്നമാണ്. മാത്രവുമല്ല, ഇപ്പോൾ മറ്റൊരു ഭീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ശക്തമായ വില കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെങ്കടലുകളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടെ വളരെ പ്രധാനപ്പെട്ട കപ്പലുകളെല്ലാം, ചരക്ക് കപ്പലുകളെല്ലാം അവരുടെ ഗതാഗതങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ യൂറോപ്പ് ചിന്തിക്കുന്നത് വെനിസലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചാണ്. വെനിസല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയേക്കാൾ കൂടുതൽ അവിടെ എണ്ണ സമ്പത്തുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് എത്തിക്കാൻ, യൂറോപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകാതിരിക്കാൻ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാഷ്ട്രങ്ങളും തീർച്ചയായും മുന്നോട്ട് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഹൂത്തികൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാന്റെ മറ്റൊരു ടീമാണ് ലബനാനിലുള്ളത്. അവരാവട്ടെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നേരെ
ഇസ്രയേലുള്ള താമസ ഏരിയകൾ, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ, ഇത് ഓരോന്നോരോന്നായി ഓരോ ദിവസവും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനികർ തടിച്ചുകൂടിയ സൈനിക ക്യാമ്പുകളും മറ്റുമൊക്കെയാണ് ഹിസ്ബുള്ള ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്, ഹിസ്ബുള്ളയുടെ ഈ ഒരു ആക്രമണം നിർത്തുന്നില്ല എങ്കിൽ ഹസൻ നസ്രുള്ളയെ ഞങ്ങൾ വധിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു യുദ്ധമില്ലാതെ, അതായത് ഹിസ്ബുള്ളയുമായി നേരിട്ട് ഏറ്റുമുട്ടുക എന്നത് ഇസ്രയേലിന് വലിയ പ്രതിസന്ധിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാനുള്ള മറ്റു ശ്രമങ്ങളാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും, ഇസ്രയേൽ നടത്തുന്ന ഏത് നീക്കങ്ങളും വിജയിക്കുന്നില്ല. പൂർണ്ണാർത്ഥത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവസാനിപ്പിക്കാനും സാധിക്കുന്നില്ല, എന്നാൽ യുദ്ധത്തിൽ തുടരാനും കഴിയുന്നില്ല. എന്നാൽ ഫലസ്തീനിലെ പോരാളികളാവട്ടെ, അവർ യുദ്ധം നിർത്തുക എന്നതിലുപരി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായ ഫലസ്തീൻ വേണം. എന്നാൽ ഇപ്പോൾ ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികൾ പറയുന്നത്, ഞങ്ങളാണ് ഇപ്പോൾ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ നിബന്ധനകൾ പാലിക്കാതെ സമാധാന കരാറിലെത്താൻ കഴിയില്ല, ഞങ്ങൾ ഇവിടെ പ്രബല ശക്തിയാണ്, ഞങ്ങളെ ഒഴിവാക്കി ഫലസ്തീനിലെ ഗസയോ അല്ലെങ്കിൽ ഫലസ്തീൻ സംവിധാനങ്ങളോ ഇല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനും അമേരിക്കക്കും വലിയ തലവേദനയുണ്ട്. എന്നാൽ യൂറോപ്പിന് നമ്മൾ എടുക്കുമ്പോൾ, യൂറോപ്പിന് ഈ യുദ്ധത്തിൽ വലിയ താല്പര്യങ്ങളില്ല. യുദ്ധത്തിൽ ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം ജൂത ഫാമിലിയാണ് റോത്ത്ചൈൽഡ് എന്നറിയപ്പെടുന്നത്. ഈ ഫാമിലികളുടെ സമ്പത്താണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ വളരെ പ്രധാനപ്പെട്ടതും, അതുപോലെ തന്നെ ബ്രിട്ടന്റെ വളരെ പ്രധാനപ്പെട്ടതും, ജർമ്മനിയുടെ ഏകദേശം വലിയൊരു ശതമാനവും. അതുകൊണ്ട് ഈ സമ്പത്തുകളെല്ലാം അവർ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രാൻസ് ആവട്ടെ, ബ്രിട്ടൻ ആവട്ടെ, ജർമ്മനി ആവട്ടെ, ഇവരെല്ലാം പാപ്പറാകും. അതുകൊണ്ട് അത്തരം ഒരു കാര്യം വരാതിരിക്കാൻ അവർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുക, പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ഈ രാഷ്ട്രങ്ങൾക്കൊന്നും കഴിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴായി ഫ്രാൻസിന്റെയും അതുപോലെ ബ്രിട്ടന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇസ്രയേലിനെ ഇഷ്ടപ്പെടാത്ത, അതായത് ഈ ഗുരുതരമായ ഈ മനുഷ്യ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ അവരിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നു. ഇത് ഇസ്രയേലിന് തീരെ ഇഷ്ടപ്പെടുന്ന പ്രസ്താവനകളല്ല. അവർ ചെയ്യുന്നത് യുദ്ധ കുറ്റകൃത്യമാണ് എന്ന് പറയുന്നതിന് സമാനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനകൾ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യൂറോപ്പിന് ഈ ഒരു യുദ്ധത്തിൽ താല്പര്യമില്ല, അവർ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഇസ്രയേലിനൊപ്പമല്ല എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനൊപ്പമാണ്. ഇസ്രയേലിന് ഏതറ്റം വരെ സഹായിക്കാനും അമേരിക്ക തയ്യാറാണ് എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയായിരിക്കും അമേരിക്കയും ഇസ്രയേലും കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.